ഇപ്പൊ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന KT ജലീൽ 10ാം ക്ലാസ്സിലും +2ലും വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിലേക്ക് പോവുകയും അവിടെ വെച്ച് കുട്ടികളെ ശാസിക്കുകയും പരിഹസിക്കുകയും ചെവിയിൽ പിടിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് യാതൊരുവിധ പരാതിയും ഇല്ല എന്ന് കുട്ടികൾ പറയുകയും ചെയ്തു. എന്നാൽ ബാലാവകാശ കമ്മീഷൻ അടക്കം കേസ് എടുത്തിട്ടുണ്ട്. പല ന്യായീകരണങ്ങളാണ് ജലീൽ നൽകുന്നത് ഈ ഒരു വിഷയത്തിൽ. കേരളം പ്രതികരിക്കുന്ന രീതി ശരിയാണോ എന്നൊരു ചോദ്യമില്ലേ? ഇതിൽ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ജലീൽ ചെയ്തത് വളരെ തെറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി എഴുതിപ്പിക്കുന്നതിൽ അക്ഷരത്തെറ്റുണ്ടായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് എഴുതിക്കുന്നത്. അപ്പോൾ ഇത്രയും പേര് ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തിയിട്ട് എഴുതിപ്പിച്ചതിലെ തെറ്റ് കണ്ടപ്പോൾ അതിനെ കളിയാക്കി എന്നാണ് പറയുന്നത്. ഇത്രയും A+ നേടിയിട്ടും എഴുതാൻ അറിയില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചു എന്നാണ് അറിയുന്നത്. അതുകൂടാതെ പിന്നെ വേറെ ഏതോ ഒരു ചോദ്യം ചോദിച്ചു, പൊതുവായന എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ബഷീറിന്റെ കഥകളും പാത്തുമ്മ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നു. അതിനുള്ള മറുപടി കുട്ടികൾ പറയുന്നതിന് അതൊക്കെ ഉണ്ടായി. പിന്നെ ഒരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു. ആദ്യം അറിഞ്ഞത് ചെവിയിൽ നുള്ളി എന്നുള്ളതൊക്കെയാണ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെവിയിൽ നുള്ളി എന്നാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം KT ജലീൽ തന്നെ നേരിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരണവുമായി എത്തിയിരുന്നു. അതും കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. കാരണം KT ജലീൽ പറയുന്നത്, ഞാൻ ഒരു മുൻ അധ്യാപകൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് വിദ്യാർത്ഥികളോട് നേരിട്ടത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് സമീപിച്ചത്. അവരെ ഒരു ശാസന എന്നുള്ള രൂപത്തിൽ മാത്രമാണ് അവരെടുത്ത് ചെയ്തത്, അല്ലെങ്കിൽ അല്ലാതെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടി കേൾക്കുമ്പോൾ ജലീലിന്റെ ഭാഗം കൂടി ന്യായീകരിക്കുന്നത് അതും കൂടിയാണ് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലാണ് ഈ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ട് ഭാഗവും പറയാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ എന്തെങ്കിലും തരത്തിൽ അപമാനിക്കേണ്ടിയിരുന്നില്ല. പൊതുവേദിയിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം വേദന ഉണ്ടാവും എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ ആ വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് അത് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. ഒരു പക്ഷെ പറയിപ്പിച്ചതാകാം, അല്ലാതെ ചിലപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ വന്നതാകാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന ഒരു തരത്തിലേക്ക് KT ജലീൽ പോയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും മോശം തന്നെയാണ്. അല്ലാതെ ഇപ്പം അല്ലാത്ത രീതിയിലാണ് ജലീൽ പോയതെങ്കിൽ, അല്ലെങ്കിൽ സമീപനം നടത്തിയതെങ്കിൽ അത് നമുക്ക് അല്ല. ഇതിന്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇതിന്റെ അകത്ത് ഒരുപാട് വശങ്ങളുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഒന്നെന്ന് പറയുന്നത്, 10ാം ക്ലാസ്സിലും +2ലും വലിയ വിജയം അല്ലെങ്കിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ അവരെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തി എന്തിനാണ് ഇദ്ദേഹം എഴുതിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ നമുക്കെല്ലാം, അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം, നമ്മളൊരു ചെറുപ്പത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്, സ്റ്റേജിൽ കയറി നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാലും എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ നമുക്കൊരു വിറയിലും അല്ലെങ്കിൽ ഒരു തപ്പലും. ചിലപ്പോൾ നമുക്കൊരു കാര്യം ഏറ്റവും നന്നായി നമുക്ക് എഴുതാൻ കഴിയുന്ന പല കാര്യങ്ങളും ഒരു സദസ്സിൽ വെച്ച് തന്നാൽ നമ്മുടെ കൈ വിറയ്ക്കും. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും തെറ്റും. അതൊരിക്കലും ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം വായനാശീലമില്ല, കുട്ടികളെ പൊതുസ്ഥലം അല്ലെങ്കിൽ കുട്ടികൾക്ക് പൊതുവായന കുറവാണ്, സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള ഭയമുണ്ട്, അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. വായന കുറവാണ്, ഇന്നത്തെ കുട്ടികൾക്ക് വായന കുറവാണ്. അതിനെ വളർത്താൻ വേണ്ടി താൻ ചോദ്യങ്ങൾ ചോദിച്ചു. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് പാത്തുമ്മ എന്ന് ചോദിക്കുമ്പോൾ ബഷീറിന്റെ സഹോദരിയാണ് എന്നൊരു കുട്ടി പറയുകയുണ്ടായി എന്നൊക്കെ പറയുന്നതും അതെല്ലാം പോസിറ്റീവായി എടുക്കുമ്പോൾ, മറുവശത്ത് ഒരു സദസ്സിലേക്ക് വിളിച്ചു വരുത്തി, ഒരുപാട് ആളുകളുള്ള സദസ്സിലേക്ക് വിളിച്ചു വരുത്തി ഒരു കുട്ടിയോട് ഏതെങ്കിലും തരത്തിൽ, പക്ഷേ കുട്ടികൾ പറയുന്നുണ്ട് അവർക്ക് പരാതിയില്ല, അവർക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അധ്യാപകൻ തങ്ങളോട് എങ്ങനെയാണോ അതുപോലെയാണ് എന്ന് പറയുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നു, കുട്ടികൾക്ക് പ്രശ്നമില്ല എങ്കിൽ. പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. മറ്റൊരു സദസ്സിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ, നമുക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യുമെന്നല്ല, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ ജനറേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങളും കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ശാസിക്കാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ അടിക്കാനോ ഒന്നും പാടില്ല. അത് വിദ്യാർത്ഥികളെ എത്രത്തോളം മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് രക്ഷിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകരാണെങ്കിലും ആരായാലും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് പോലെ ഒന്നല്ലല്ലോ, സ്കൂളുകളിൽ പണ്ട് അടി ഉണ്ടായിരുന്നു, ചൂരൽ വടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്ത അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ശിക്ഷാവിധികൾ അതേപോലെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷെ എന്നാലും ഒരുപാട് സ്കൂളുകളിലൊക്കെ മാറ്റമുണ്ട്. കാരണം നേരിട്ട് അത് അറിയാതെയാണ് ശിക്ഷിക്കുന്നത്, അല്ലാതെ നേരിട്ട് ഉള്ള ഒരു പരിപാടി ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പോ KT ജലീൽ ആകട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകട്ടെ,
ഒരാള് ഒരു തെറ്റു പറ്റിയാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പൊതു സമൂഹത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ അവരെ ഭയപ്പെടാതെ സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് വിളിച്ചു വരുത്തി സംസാരിപ്പിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ചെവിയിൽ പിടിച്ചു എന്ന് പറയുന്നത് വളരെ ചിലപ്പോൾ അദ്ദേഹം നുള്ളിയതായിരിക്കില്ല, സ്നേഹത്തോടെ അല്ലെങ്കിൽ വാത്സല്യത്തോടെ അധ്യാപകൻ ചെയ്യുന്നത് പോലെ ചെയ്തേക്കാം. പക്ഷെ മറുവശത്ത് 100 പേരുള്ള ഒരു സദസ്സാണെങ്കിൽ അല്ലെങ്കിൽ 100 പേര് അവിടെ ഉണ്ട് എങ്കിൽ, 100 പേരുള്ള സ്ഥലം, യോഗം നടക്കുന്ന സ്ഥലമാണെങ്കിൽ അത് ചിലപ്പോൾ ആ കുട്ടിക്ക് വളരെ രീതിയിൽ ഒരു അപമാനം തോന്നും. നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ലേ, ഞാൻ ഫുൾ A+ വാങ്ങിയിട്ടും എനിക്കുണ്ടാകുന്ന ഒരു നാണക്കേട് ആ കുട്ടി എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ പിന്നീട് അവർ ഒന്നും ചെയ്യണമെന്നില്ല, പക്ഷെ ചിലപ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ട്രോമ അത് അവരുടെ ഉള്ളിൽ കിടക്കും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇത് വലിയ കാര്യമൊന്നുമല്ല, ഒരു വേദിയിൽ വെച്ച് പറഞ്ഞു, പക്ഷെ അത് കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കണം എന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും, അത് ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. കേസെടുത്തിട്ടെങ്കിലും അതിൽ എന്തായാലും മുൻകൂർ ജാമ്യത്തിനോ അങ്ങനെയൊന്നും പോവില്ല എന്നാണ് ജലീൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജലീൽ പറഞ്ഞതിന്റെയും ചെയ്തതിന്റെയും കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേ സമയം ഇപ്പുറത്ത് ജലീലിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോഴൊന്നും ഇത് ചെയ്യരുത്, കാരണം ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടുള്ളതല്ല, ശാസിക്കാനോ ഒന്നിനും പാടില്ല, എങ്കിലും ഇത് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് സമ്മതിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള രൂപത്തിലാണ് പറയുന്നത്. പിന്നെ മറുവശത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് എഴുതാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ആ കുട്ടിയുടെ മാത്രം കുറ്റമായി ഞാൻ കാണുന്നില്ല. അതും ഫുൾ A+ അല്ലെങ്കിൽ നല്ല ഉന്നത വിജയം നേടിയ ഒരു കുട്ടിക്ക് എഴുതാൻ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നു ഇവിടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നമാണ്, അധ്യാപകരുടെ പ്രശ്നമാണ്. അതിന് കുട്ടികളെ പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. അതിപ്പോ മാറി മാറി വന്ന സർക്കാരുകൾക്ക് അതിൻ്റെതായ പങ്കുണ്ട്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് ഇപ്പോ KT ജലീൽ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ ചോദിക്കുകയുണ്ടായി, പല നിലവിലെ മന്ത്രിമാരും MLA-മാരും ഒക്കെ പറഞ്ഞ തെറ്റുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പിണറായി വിജയന്റെ കാലത്ത് പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പഠിച്ചിറങ്ങിയതാണ്, അവർക്ക് ഇങ്ങനെ തെറ്റിയിട്ടില്ലേ? ഇതെന്ന് പറയുന്നത് മലന്ന് കിടന്ന് തുപ്പുന്നതിന് സമമാണ്. അത് ഏത് മുന്നണിയോ ഏത് പാർട്ടിയോ ഒന്നല്ല, രാഷ്ട്രീയ നേതാക്കൾ, MLA-മാർ, MP-മാർ, മന്ത്രിമാർക്കൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റ് പറ്റിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ട് ഇവരൊക്കെ പിണറായി വിജയന്റെ കാലത്ത് പഠിച്ചവരാണോ അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്ന രീതി ശരിയല്ല. അതിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണെങ്കിൽ 1ാം ക്ലാസ്സിൽ ചേരുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണെങ്കിൽ ആ കുട്ടി 10ാം ക്ലാസ് ആയിട്ടുണ്ടാകും. അതല്ല അതിന് മുൻപത്തെ സർക്കാരിന്റെ കാലത്താണെങ്കിലാണ് +2 ഒക്കെ. അപ്പൊ മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. വിദ്യാഭ്യാസ മേഖല തകർന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തൊക്കെയോ കാണാതെ പഠിച്ച് എഴുതുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ മന്ത്രിമാർ അല്ലെങ്കിൽ മാറി മാറി വന്ന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിമാർക്കും ഇതിനെല്ലാത്തിനും ഉപരി അധ്യാപകർക്കും വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കൾക്കും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അതിൽ കുട്ടികളെ മാത്രം പഴിചാരി ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാകില്ല. പിന്നെ ജലീൽ പറഞ്ഞതുപോലെ ഒരു അധ്യാപകന്റെ സ്നേഹവും കരുതലും ആയിരിക്കാം അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് അത് അത്രത്തോളം ഒരു വിഷമം ഉണ്ടാകാതിരുന്നത്. പക്ഷെ എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ ആകുന്നില്ല. ഞാൻ ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും രാഹുൽ ഗാന്ധി സ്കൂളുകളിൽ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പലപ്പോഴും ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒരു പെൺകുട്ടി സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കുട്ടി നന്നായി വിഷമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് രാഹുൽ ഗാന്ധി വളരെ കൂളായിട്ട് ആ സെന്റൻസിനെ കുറച്ചുകൂടി ഒന്ന് എളുപ്പത്തിലാക്കി കൊടുക്കും. അപ്പൊ ആ കുട്ടി അത് പറയുകയുണ്ട്. അതിനുശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞത്, എന്റെ ഭാഷ ഇത്ര അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ ഇത്രയും നന്നായി തർജ്ജിമ ചെയ്തത് ഈ കുട്ടിയാണ് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ തെറ്റ് കണ്ടാൽ വിമർശിക്കണ്ട എന്നല്ല, പക്ഷെ പൊതുസഭയിൽ ഒക്കെ വിമർശിക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളാണ് സ്വന്തം അച്ഛനോ അമ്മയോ പോലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒന്നും പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. കാര്യം അവരെന്ത് ചെയ്യും, അവരുടെ പ്രായം അതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പൂർണ്ണമായി നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല, എന്നാൽ പൂർണ്ണമായി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആദ്യത്തെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം രണ്ടാമത് പറഞ്ഞ ന്യായീകരണങ്ങളുണ്ടല്ലോ, കണക്കുകൾ വായിക്കുമ്പോൾ തെറ്റിയിട്ടില്ലേ, അത് പിണറായി വിജയൻ സർക്കാരിന്റെ ആ കാര്യങ്ങളൊന്നും അതിപ്പോൾ നിലവിലെ ഭരണപക്ഷത്തുള്ളവർക്കും പറയാൻ അർഹതയില്ല, പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും പറയാൻ അർഹതയില്ല. മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിദ്യാഭ്യാസ മേഖല തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാറി മാറി വന്ന സർക്കാരുകൾ തന്നെയാണ് ഉത്തരവാദികൾ.